ഒരു മണിക്കൂർ ചർച്ച, അനന്തയ നീക്കം അവസാനിപ്പിച്ച് CPM, ജി സുധാകരനെ സ്വതന്ത്രനാക്കാൻ കോൺഗ്രസ്. പാർട്ടിയുമായി ഇടഞ്ഞ അംഗത്വം ഉപേക്ഷിച്ച മുതിർന്ന നേതാവ് ജി സുധാകരനെ അരനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ CPM അവസാനിപ്പിച്ചെന്ന് വിവരം. ഇതോടെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹത്തെ പൊതു സ്വതന്ത്രനായി മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് സജീവമാക്കി. കോൺഗ്രസ് നേതാക്കൾ സുധാകരനുമായി ബന്ധപ്പെടുന്നുണ്ട്. സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറായാൽ UDF പിന്തുണ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സുധാകരൻ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം UDF പിന്തുണ പ്രഖ്യാപിക്കുമെന്ന തരത്തിലാണ് ചർച്ചകൾ. ജി സുധാകരന്റെ തീരുമാനം അറിഞ്ഞ ശേഷമേ അമ്പലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയുള്ളൂ എന്ന സന്ദേശം സംസ്ഥാന നേതൃത്വം ജില്ലയിലെ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ മണ്ഡലത്തിലെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള കോൺഗ്രസ് നേതാക്കളോട് മറ്റെവിടെയെങ്കിലും പരിഗണിക്കേണ്ടതുണ്ടോ എന്ന് നേരത്തെ തന്നെ നേതൃത്വം ആരാഞ്ഞിരുന്നു. സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് സംസാരിച്ചിട്ടും വഴങ്ങാത്ത ജി സുധാകരനുമായി ഇനി അനനയ നീക്കങ്ങൾ വേണ്ടെന്ന നിലപാടിലാണ് CPM നേതൃത്വം. MV ഗോവിന്ദനും CPM ജില്ലാ സെക്രട്ടറി R നാസറും സുധാകരനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G ഹരിശങ്കറും സുധാകരന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഇരുവരും ഒരു മണിക്കൂറോളം സംസാരിച്ചെങ്കിലും അംഗത്വം പുതുക്കില്ലെന്ന് അറിയിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതിലപ്പുറം ഒന്നും പറയാനില്ലെന്നായിരുന്നു സുധാകരന്റെ മറുപടി. ഇതോടെയാണ് അനനയ നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. പാർട്ടി നേതൃത്വം അദ്ദേഹവുമായി ചർച്ച നടത്തുന്നില്ലെന്നും വ്യക്തിപരമായ അടുപ്പത്തിന്റെ പേരിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ബന്ധപ്പെടുന്നുണ്ടോ എന്ന് അറിയില്ലെന്നുമായിരുന്നു ഇത് സംബന്ധിച്ച് ഒരു മുതിർന്ന നേതാവിന്റെ പ്രതികരണം. CC മുകുന്ദനെ പുറത്താക്കി CPI, നടപടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ CC മുകുന്ദൻ MLA തൃശൂരിൽ CPI പുറത്താക്കി. നാട്ടിക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട CC മുകുന്ദൻ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹം CPI അംഗത്വം രാജിവെച്ചതായും വേണമെങ്കിൽ MLA സ്ഥാനം രാജിവെക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. നാട്ടികയിൽ ഗീതാ ഗോപിയാണ് സ്ഥാനാർത്ഥിയെന്ന് CPI പ്രഖ്യാപിച്ചതിന് പിന്നാലെ CPI ഇത് പേയ്മെന്റ് സീറ്റാക്കിയെന്ന ഗുരുതര ആരോപണം മുകുന്ദൻ ഉന്നയിച്ചിരുന്നു. നാട്ടികയിൽ ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് CPI സംസ്ഥാന നേതൃത്വമാണ്. സിറ്റിംഗ് MLA CC മുകുന്ദനെ വീണ്ടും പരിഗണിക്കുന്നതിലെ എതിർപ്പ് നാട്ടിക ചേർപ്പ് കമ്മിറ്റികൾ ഉന്നയിക്കുകയും തൃശൂർ ജില്ലാ ഘടകം അതിനോട് യോജിക്കുകയും ചെയ്തെങ്കിലും ഒരു തവണ മാത്രമാണ് അദ്ദേഹത്തിന് അവസരം നൽകിയത് എന്ന മറുവാദവും ഉണ്ടായി. തുടർന്ന് തൃശൂരിൽ നിന്നുള്ള സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങൾ പ്രത്യേകമായി കൂടി ആലോചിച്ചാണ് മുകുന്ദനെ ഒഴിവാക്കി ഗീതാ ഗോപിയെ ഉറപ്പിച്ചത്. പ്രാദേശിക നേതൃത്വവുമായി അകൽച്ചയിലാണെന്നും കമ്മിറ്റികളിൽ പങ്കെടുക്കാറില്ലെന്നുമുള്ള പരാതിയാണ് മുകുന്ദനെതിരെ താഴെ നിന്നും ഉയർന്നത്.